لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد والصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلته التي أدركني يا رسول الله والسلام عليك أيها النبي ورحمة الله وبركاته. ഈ മഹത്തായ സ്റ്റേജിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉപാധ്യക്ഷൻ, ഒരുപാട് പണ്ഡിതന്മാരുടെ ഉസ്താദും കൂടിയായ ബഹുമാനപ്പെട്ട ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ ഈ കോളേജിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ ഈ വേദിയിൽ സന്നിഹിതരായ ബഹുമാനപ്പെട്ട കരാവളിത്തങ്ങൾ, മറ്റ് പണ്ഡിതന്മാര്, അതുപോലെ തന്നെ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറിയും ഇമാം ഷാഫി അക്കാദമിയുടെ എല്ലാമായ ബഹുമാനപ്പെട്ട കാസിം ഉസ്താദ്, മറ്റ് ഈ വേദിയിലും മജ്ലിസിലൊക്കെ ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കളെ, നേതാക്കന്മാരെ, കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, സുദീർഘമായി ഒരു അധ്യക്ഷ പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ബഹുവന്ദരായ ഉസ്താദന്മാർക്കും അതുപോലെ തന്നെ തങ്ങൾക്കൊക്കെ വേഗം പോകാനുള്ളതുണ്ട്. കടമ മാത്രം നിർവഹിച്ച് ഞാൻ വിരമിക്കും ഇൻഷാ അല്ലാഹ്. നമ്മുടെ പെർലടുക്കയിൽ പുത്തൂറുമായുള്ള ബന്ധത്തിന്റെ പേരിൽ പെർലടുക്കത്തുമായിട്ടുള്ള അങ്ങേയറ്റത്തെ ബന്ധം എല്ലാ വർഷവും സലാത്ത് വാർഷികത്തിന് ഇവിടെ എത്താറുണ്ടെങ്കിലും ഈ പ്രാവശ്യം ചില വിഷമം കൊണ്ട് എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലവർക്കൊക്കെ ചില പ്രയാസവും ഇതൊക്കെ ഉണ്ടായിരുന്നു. മറ്റൊന്നുണ്ടായതുകൊണ്ട് വരാത്തതല്ല, വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് മാത്രം എത്തപ്പെടാൻ പറ്റാത്തതാണ്. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലും സന്തോഷത്തിലും ഭംഗിയിലും അള്ളാഹു തആല ആക്കി തീർക്കുമാറാവട്ടെ. ഒരു പുതിയ സബ്ജക്റ്റാണ് പെർലടുക്കത്തിലുള്ള സമസ്തയെ സ്നേഹിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. പെൺകുട്ടികൾക്കുള്ള ഒരു ശരീഅത്ത് കോളേജ്. വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ മേഖലകളിലും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുന്ന, അത് ഭൗതികമാവട്ടെ മതപരമാവട്ടെ, കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ സമസ്തയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതാ കോളേജ്, പെണ്ണുങ്ങളുടെ കോളേജ് നമ്മുടെ ദക്ഷിണ കർണാടകയിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മളെ പെർലടുക്കയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഒരുപാട് സ്ഥാപനമുണ്ട്. അള്ളാഹു നല്ല നൽകുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വളരെയധികം ഉത്തരവാദിത്തോടുകൂടി വളരെ ഉത്തരവാദിത്തത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ആ വിഷയം വളരെ ബന്ധപ്പെട്ടവർ വളരെ ആലോചിച്ചുകൊണ്ട് വളരെ എല്ലാവിധ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ക്ലാസും അതുപോലെ തന്നെ കോളേജൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇൻഷാ അല്ലാഹ് നമ്മൾക്കത് വളരെയധികം സമുദായത്തിനും സമൂഹത്തിനും അതുപോലെ തന്നെ നമ്മൾക്കൊക്കെ ഉപകാരം ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾ, വിദഈ പ്രസ്ഥാനക്കാർ ആകമാനം വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറം വിദയിലൊന്നും പോകാതെ തന്നെ സുന്നികളാണെന്നും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളാണെന്നൊക്കെ അഭിമാനിക്കുന്ന നമ്മളും തന്നെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിൽ നിന്നും കഴിഞ്ഞുപോയ നമ്മുടെ പൂർവികന്മാർ കാണിച്ചെന്ന പാരമ്പര്യവും സംസ്കാരവും ഒക്കെ വലിച്ചു മാറ്റി പുതിയ സംസ്കാരവും പുതിയ കോലമായിട്ടായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇൽമിന്റെ കുറവെന്ന് പറയാൻ വയ്യ. കാരണം കഴിഞ്ഞുപോയ തലമുറകൾ, അല്ലെങ്കിൽ അതിന്റെ മുന്നേ കഴിഞ്ഞുപോയ തലമുറ എന്ന് പറയുമ്പോ 40 വർഷമാണല്ലോ, 40 കൊല്ലമാണല്ലോ ഒരു തലമുറ. അങ്ങനെ വെച്ച് നോക്കുമ്പം ഒരഭിപ്രായമനുസരിച്ച് 1-2 തലമുറ മുമ്പ് ജീവിച്ച നമ്മുടെ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അവർ വലിയ ോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഖുർആൻ ക്ലാസുകളോ ശരീഅത്ത് കോളേജുകളോ 12ാം ക്ലാസ് വരെയുള്ള മദ്രസകളൊന്നും ഉണ്ടായിരുന്നില്ല. ഓത്തുപള്ളിയും അല്ലെങ്കിൽ കേവലം 5-6 ക്ലാസ് വരെയുള്ള
മദ്രസയും അതുപോലെയുള്ള പാതിര വഅദുകളും മാത്രമാണ് അന്നത്തെ സമുദായത്തിനുണ്ടായിരുന്നത്. അടിയാർ കണ്ണൂർ മുഹമ്മദ് ഹാജി തങ്ങളെ പോലെയുള്ള മഹാന്മാർ 40 ദിവസവും അതുപോലെ തന്നെ പണ്ഡിതന്മാർ 60 ദിവസമൊക്കെ വഅദ് പറഞ്ഞ ആ ഒരു ഇൽമു പഠിച്ച ആ ഒരു തലം സൂക്ഷിച്ചവരാണ്. വാസ്തവത്തിൽ അങ്ങനെ അന്ന് നമ്മളിന്നും പറയുന്നുണ്ട് നിസ്കാരം. ഒരു പുതിയാപ്പിള അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കും നിസ്കരിക്കലുണ്ടോ എന്നാണ്. ആ ചോദ്യം അന്നത്തെ തലമുറയിൽ വന്നതാണ്. കാരണം നിസ്കരിക്കുന്നവനാണ് പുതിയാപ്പിളയായിട്ട് വരുന്നത്. അത് കേരളത്തിലാവട്ടെ കർണാടകയിലാവട്ടെ ഒരു പുതിയാപ്പിള അന്വേഷിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് നിസ്കരിക്കലുണ്ടോ എന്നാണ്. വാസ്തവത്തിൽ നിസ്കരിക്കുന്നവനാണെങ്കിൽ അവന്റെ അടുത്ത് ഒരു തോന്നിവാസം ഉണ്ടാവില്ല. അവൻ കള്ളുപിടിക്കുന്നവനാവൂല, അവൻ കളവ് പറയുന്നവനാവൂല, അവൻ വ്യഭിചരിക്കുന്നവനാവൂല, അവൻ കള്ളസത്യം ചെയ്യുന്നവനാവൂല. യഥാർത്ഥത്തിലൊരു മൂമിനായ മനുഷ്യനായിരിക്കും അവൻ. ഇന്ന് നിസ്കരിക്കുന്നവനാണെന്ന് ചോദിച്ചാൽ റുക്കുവിലേക്ക് പോകുമ്പോൾ അരയിൽ വെച്ച് ബ്രാൻഡിയുടെ കുപ്പി പള്ളിയിൽ വീണ് പൊട്ടിയ കാലമാണ് ഈ കാലം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് ഒരു പുതിയാപ്പിള എടുക്കാനോ വിശ്വസിക്കാൻ പറ്റാത്ത കാലമെന്ന് ഞാൻ പറയുന്നത്. കാരണം നിസ്കാരം ഖിയാമത്താന്റെ അലാമത്താവുന്ന റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് ഖുർആൻ പറഞ്ഞതാണ്. നിസ്കാരം അവനെല്ലാ വടക്കത്തിനെ തൊട്ടും തടയപ്പെടുമെന്ന്. പക്ഷേ എവിടെ തടയാൻ? നിസ്കരിക്കുന്നവൻ കള്ളു കുടിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, കള്ളിന്റെ കുപ്പി വാങ്ങിയിട്ടാണ് നിസ്കരിക്കാൻ വരുന്നത്. നിസ്കരിക്കുന്നവൻ പാമ്പറാക്ക് തിന്നുന്നു, നിസ്കരിക്കുന്നവൻ മധു തിന്നുന്നു, നിസ്കരിക്കുന്നവൻ മറ്റുള്ള വൃത്തികേടുകൾ ചെയ്യുന്നു. അങ്ങനെ നിസ്കരിക്കുന്നവൻ തന്നെ കള്ളിന്റെ കച്ചവടം ചെയ്യുന്നു. പൈസക്കാരനായിട്ട് നാട്ടിൽ വന്നാൽ ജമാഅത്തിന്റെ പ്രസിഡന്റോ കോളേജിന്റെ പ്രസിഡന്റ് അവനായിട്ട് മാറുന്നു. പിന്നെ എവിടെയാ നിസ്കാരം? നിസ്കാരത്തിന്റെ കുറവല്ല. നിസ്കാരമാകാത്തത് കൊണ്ടും ആരംഭ റസൂലുള്ളാഹി തങ്ങൾ ഖിയാമത്താന്റെ അലാമത്തിന്റെ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട് നിസ്കാരക്കാർ അധികരിക്കുന്ന കാലം വരുമെന്നും. അതിൽപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇൽമിന്റെ കുറവല്ല എന്നറിയിക്കാനാണ്. ഇതിനനുസരിച്ചും സംസ്കാരം അനുസരിച്ച് ജീവിച്ചവരാണ്. ഇന്നിപ്പം പുതിയതായിട്ട് ഇപ്പോൾ തുടങ്ങിയ ഒരു പുതിയ ഫാഷനാണ് നമ്മുടെ കുട്ടികളുടെ ചെറുതായ 9 വയസ്സായ കുട്ടികളെ തലമുടി കഴിയുന്നത് എങ്ങനെയാ? അസിൽ കുരങ്ങിന്റെ സ്വഭാവമല്ലേ? എന്തേ കുട്ടികളങ്ങനെ മുടികളിൽ ചോദിച്ചാൽ അവരെ നിലക്ക് നിർത്താൻ ഉപ്പമാർക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എവിടെയാണ് തകരാറ്? ഈ മുടിവെക്കുന്നതിന്റെ വാസ്തു ഒരു ചെറിയ കാര്യമാണോ? ഇന്ന് കാണുന്ന ഈ ഫാഷൻ ആരെയാണ് പിൻപറ്റുന്നത്? ആരെയാണ് നമ്മൾ പിൻപറ്റുന്നത്? ഏത് സംസ്കാരമാണ് ഈ സംസ്കാരം? ആ കുട്ടികൾ ഏതെങ്കിലും വഴിയിൽ വീണുപോയാൽ ഈ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ഇന്നലെ ദുഃഖത്തേക്ക് മന്ത്രിക്കാൻ വേണ്ടി വന്നപ്പോ ഞാൻ മനഃപൂർവ്വം ചോദിച്ചെന്നെയാണ്. ഒരു വലിയ മരക്കച്ചവടക്കാരനായ ബിസിനസ്സുകാരൻ ഹിന്ദു കുട്ടിനെ പുറത്താക്കുമെന്ന് പറഞ്ഞാൽ കല്ലുകുട്ടി പറഞ്ഞ ഉപ്പാന്റെ മുന്നിൽ നിന്ന്. അല്ല നിങ്ങൾ എന്റെ മോന? നിങ്ങളെ മോനാ? ഞാൻ കാണുമ്പോ ഹിന്ദുന്നാ വിചാരിച്ച മുടിയും തടിയും കണ്ടിട്ട് മറ്റെങ്ങനെ മുസ്ലിം എന്ന് മനസ്സിലാക്കാം? പിന്നെ മാർക്കം ചെയ്തിപ്പോ അയച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാ ശരിക്കും അങ്ങ് പറയാൻ കേൾക്കുന്നില്ല എന്നാ പറയുന്നത്. ഒരു 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇത് പോയില്ല. അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികൾ അഴിഞ്ഞാട്ടം എവിടെ നോക്കിയാലും പെൺകുട്ടികളുടെ ഫാഷൻ ഒരു മർമ്മപ്രധാനമായിട്ട് നമ്മൾക്ക് വന്നത്. ഒന്ന് അതബില്ലാത്തത്, മറ്റൊന്ന് ലജ്ജ. ഈ സമുദായത്തിൽ ഇല്ലാതായിപ്പോയി ലജ്ജയില്ലാത്ത സ്വഭാവം. ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ ഈമാനിന്റെ സിംബൽ ഷിയാറിലെ ലജ്ജ, ഹയാ ഇല്ലാത്ത കാലം വന്നു പോയല്ലോ. എവിടെ എത്തി കാലം? ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുന്നുണ്ട്. മഹാനവറുടെ ആ മഹാൻ വഫാത്തായപ്പോ മഹാനവറുടെ നേരെ ഭാര്യയിലുണ്ടായ ഒരു മകൻ പിന്നെ രാജാവായപ്പോ വാസ്തവത്തിൽ അടിമസ്ത്രീയിൽ ജനിച്ച മറ്റൊരു മകൻ സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ വധിച്ചപ്പോ ഈ ജ്യേഷ്ഠ സഹോദരൻ വധിക്കപ്പെട്ട മകന്റെ ഉമ്മ എന്തോ പിറുപിറുത്തപ്പോ ഈ അടിമസ്ത്രീയിൽ ജനിച്ചതായിരിക്കുന്ന കുണ്ടാണ് നിങ്ങൾ പിറുപിറുത്തത്, എനിക്ക് ശാപം വെച്ചതാണോ? ലജ്ജ നമ്മൾ മനസ്സിലാക്കണം. അവൻ പറഞ്ഞല്ല, ഞാൻ എന്നെ തന്നെ ശപിച്ചതാണ്, ഞാൻ നിന്നെ ശപിച്ചതല്ല. എന്താ കാരണം? വാസ്തവത്തിൽ നീ ഉണ്ടായത് എന്റെ ഒരു തർക്കത്തിന്റെ കാരണമാണ്. ഞാനും നിന്റെ വാപ്പയും കല്യാണം കഴിഞ്ഞപ്പോ ഞങ്ങൾ ചെസ് കളിച്ചിരുന്നു. ആന കുതിര എന്ന് പറഞ്ഞിട്ടുള്ള ചെസ് കളി. ആ ചെസ് കളിച്ചപ്പോ ഞങ്ങൾ തമ്മിലുണ്ടായ പന്തയം തോറ്റവര് ജയിച്ചവരെന്ത് പറഞ്ഞാലും തോറ്റവർ അനുസരിക്കണം. ഇതായിരുന്നു ഞങ്ങളുടെ പന്തയത്തിൽ നിന്റെ ബാപ്പ ജയിച്ചു, ഞാൻ തോറ്റു. അന്ന് നിന്റെ ബാപ്പ എന്നോട് പറഞ്ഞത് ഒരു വസ്ത്രം. ഇതാണ് എന്നോട് പറഞ്ഞ ഒരു നിബന്ധന. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്?
എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഭാര്യ ഭർത്താവായിട്ടും വർഷങ്ങളോളം ജീവിച്ചിട്ട് സ്വന്തം ഭാര്യയുടെ ശരീരമാസകലം ഭർത്താവ് കണ്ടിട്ടില്ല എന്ന് വെക്കുമ്പോ എത്ര വലിയ ഹയാകാണ്, ലജ്ജയാണ്. ഞാൻ എന്റെ ബാപ്പയോട് കെണിഞ്ഞു പറഞ്ഞു, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിൽ തന്നെ ഒന്ന് ഒഴിവാക്കി കിട്ടണം. നിന്റെ ബാപ്പ വിട്ടില്ല, അങ്ങനെ തന്നെ എന്റെ മുമ്പിൽ നിൽക്കണം. വാശി പിടിച്ചു. അവസാനം ഞാൻ ആ രൂപത്തിൽ എന്റെ വസ്ത്രങ്ങൾ മാറ്റി ഞാൻ നിന്റെ വാപ്പാന്റെ മുമ്പിൽ നിന്നു. കുറച്ചു കഴിഞ്ഞപ്പം വീണ്ടും ചെസ് കളിച്ചു. ഞാൻ ജയിച്ചു, നിന്റെ ബാപ്പ തോറ്റു. എനിക്ക് നിന്റെ ബാപ്പാനോടൊരു പ്രതികാരം ഉണ്ടായിരുന്നു. കാരണം എന്റെ ഉടുവസ്ത്രമില്ലാതെ നിന്റെ ബാപ്പയാകുന്ന എന്റെ ഭർത്താവിന്റെ മുമ്പിൽ എന്നെ നിർത്തിയത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വിഷയമായതുകൊണ്ട് തന്നെ എനിക്ക് നിന്റെ ബാപ്പാനോട് വെറുപ്പുണ്ടായിരുന്നു. അതിന് ഞാൻ പകരം വീട്ടി. എന്താ പകരം വീട്ടിയത്? അന്ന് ഞങ്ങൾക്ക് അരടിമസ്ത്രീ ഉണ്ടായിരുന്നു. നിന്റെ ഉമ്മ കാണാൻ ചേരില്ലാത്ത, ആരും നോക്കാത്ത, തീരെ ഭംഗിയില്ലാത്ത ഒരു കറുകറുത്ത അടിമയായിരുന്നു, പെണ്ണായിരുന്നു. നിന്റെ ഉമ്മ തർക്കിച്ചു. നിന്റെ ബാപ്പ കെണിഞ്ഞു പറഞ്ഞു, നിന്റെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം, അത് നിന്നെ ഒഴിവാക്കി തരണമെന്ന്. ഞാൻ വിട്ടില്ല. കാരണം എന്റെ ശരീരമാസകരം നിന്റെ ബാപ്പ നോക്കിയ ആ വെറുപ്പ് ഞാൻ മുതലെടുത്തിട്ട് പറഞ്ഞു, എന്റെ മുമ്പിൽ വെച്ചിട്ട് ആ പെണ്ണുമായിട്ട് ജിമാ ചെയ്യണമെന്ന്. അവസാനം ഞാനെങ്ങാനും വന്ന് ഞാൻ വാശി ില്ലായിരുന്നുവെങ്കിൽ നീ ജനിക്കുമായിരുന്നില്ല. ഞാൻ വാശി പിടിച്ച് നിന്റെ ബാപ്പ നിന്റെ ഉമ്മയുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് നീ ജനിച്ചത്. അതുകൊണ്ടാണല്ലോ എന്റെ മകനിക്ക് മരിക്കാൻ വന്നത് അവതാ എന്ന് ഞാൻ എന്നെ തന്നെ ശപിച്ചതാണെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ മുന്നോട്ട് പോകുന്നല്ലാതെ നമ്മളെ കർണാടകത്തിന്റെ സ്ഥിതി എന്താണ്? കർണാടക സ്കൂളിലേക്ക്, ഗവൺമെന്റ് ശാലകളിലേക്ക് പോകുമ്പോ ആ പെണ്ണ് തലയിൽ തട്ടം പോലിടാൻ പാടില്ല. അതാണ് കർണാടകത്തിന്റെ സംസ്കാരം. ബാത്റൂം നിർബന്ധമായ ഫർലായനായി ഇൽമു പഠിക്കാൻ പോകുന്നതല്ല. വന്യ പുരുഷന്മാരുടെ മുമ്പിൽ ഒരു പെണ്ണ് തലമുടി കാണിക്കുക എന്ന് പറഞ്ഞാൽ ശറയിൽ ആറാമല്ലേ? ബഹുമാനപ്പെട്ട ഉസ്താദ് സദസ്സിലുണ്ട്. ഞാൻ പറയുന്നത് പഴച്ചാൽ ഉസ്താദ് എന്ന നിലക്ക് ഉസ്താദ് അവരുകൾ പരസ്യമായിട്ട് തിരിച്ചാലും എനിക്ക് ബേജാറിന്റെ വിഷയമല്ല. ചിലര് പ്രസംഗന്മാര് സ്വകാര്യമായിട്ട് തിരിച്ചാൽ മതി. ഞാൻ പറയുന്നത് പരസ്യമായിട്ട് തിരുത്തണതാണ്. കാരണം ഇൽമിന്റെ കാര്യമാണല്ലോ, എല്ലാവർക്കും മനസ്സിലാക്കി അറിയും ചെയ്യാനോ. 10ാം ക്ലാസ്സിലാവട്ടെ 12ാം ക്ലാസ്സിലാവട്ടെ ഒരു പെണ്ണിന് 9 വയസ്സുകൊണ്ട് ബുലുകാവൂലേ? അതുപോലെ തന്നെ അല്ലെങ്കിൽ ഹൈന്ദ രക്തം പുറപ്പെടുന്നതുകൊണ്ട് ബുലുകാവൂല്ലോ, 9 വയസ്സുകൊണ്ട് ബുലുകാവും. അല്ലെങ്കിൽ 15 വയസ്സുകൊണ്ട് ഏതായാലും ഒരു പെണ്ണ് പ്രായപൂർത്തിയാകും. ആ പ്രായപൂർത്തിയായ പെണ്ണ് അന്യ പുരുഷന്റെ മുമ്പിൽ തലമുടി കാണിക്കാന്ന് പറഞ്ഞാൽ ഹറാമല്ലേ? ഈ ഹറാമല്ലേ വ്യാപകമായിട്ട് ചെയ്യുന്നത്? സ്കൂളിലേക്ക് പോകുമ്പോൾ തല മറക്കാൻ പാടില്ല, മുഖം മറക്കാൻ പാടില്ല. ആ രൂപത്തിൽ തന്നെ പെൺകുട്ടികളുടെ ഹയാവും ലജ്ജയും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആ ലജ്ജ കുറവാണ് ഇന്ന് ആകമാനം. രാവിലത്തെ ഉച്ചക്കത്തെ പേപ്പർ നോക്കുമ്പോ അന്യമതസ്ഥരോടുകൂടെ അന്യവരോടുകൂടെ നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടികൾ ഓടിപ്പോകുന്ന രംഗം ഉണ്ടാകുന്നത് ഇൽമിന്റെ കുറവല്ല, അറിവില്ലാത്തതിന്റെ പേരിലല്ല. അന്യ പുരുഷനെ കാണാൻ പാടില്ല എന്നറിയാം, അന്യ പുരുഷനെ തൊടാൻ പാടില്ല എന്നറിയാം, അറിയാത്തതിന്റെ പേരിലല്ല. മറിച്ച് നമ്മുടെ സംസ്കാരവും ഹയാവും ലജ്ജയും നമ്മുടെ സമൂഹത്തില്ലാതായിപ്പോയി. അതുകൊണ്ടാണ് ആരംഭ റസൂലുള്ളാഹി തങ്ങൾ മർമ്മപ്രധാനമായി ഈമാനിന്റെ ശിആറും അടയാളവുമായിട്ട് പറഞ്ഞത് ഹയാ ഉണ്ടാവണമെന്നാണ്, ലജ്ജ ഉണ്ടാവണമെന്നാണ്. ആണിനാവട്ടെ പെണ്ണിനാവട്ടെ ഈ ലജ്ജ ഉണ്ടാവണം. വെറും കോളേജ് ഉണ്ടാക്കിയതുകൊണ്ടോ ശരീരത്ത് കോളേജ് ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമായില്ല. ഞാനത് നിരുത്സാഹപ്പെടുത്തുന്നതല്ല. അതിന്റെ കൂടെ നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് തലമറച്ചിട്ടും അതുപോലെ തന്നെ ഹയാവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് ഹയാവ് ഉണ്ടാവണമെങ്കിൽ അവരുടെ മൂത്തവർക്ക് ഹയാവ് ഉണ്ടാവണം. ഈ ഹയാവ് നമ്മുടെ സമുദായം ായി പോയാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് വ്യാപകമായിട്ട് മുസ്ലിം വിദേഹത്തിലേക്ക് ജനങ്ങൾ പോകുന്നു. അതുപോലെ തന്നെ മറ്റ് മതത്തിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ തറവാട്ടിലേക്ക് മടക്കാനുള്ള വ്യാപകമായ വളരെ നിഗൂഢമായ രൂപത്തിൽ മറ്റുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ മതം മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അത് പല കോലത്തിലും ഇവിടെയുള്ള വർഗീയ ഫാഷിശക്തികൾ മുസ്ലിമീങ്ങളെ മതം മാറ്റാൻ പരിശ്രമിക്കുന്നുണ്ട്. അത് ഏറ്റവും മർമ്മപ്രധാനമായിട്ട് കോളേജിൽ കൂടെ പഠിക്കുമ്പോ അല്ലെങ്കിൽ സ്കൂളിൽ കൂടെ പഠിക്കുമ്പോ അങ്ങനെയുള്ള പെൺകുട്ടികളുമായിട്ട് ബന്ധം പുലർത്തുവാനും ആ രൂപത്തിൽ ബന്ധം പുലർത്തിയിട്ട് മുസ്ലിം പെൺകുട്ടികളെ അന്യമതത്തിലേക്ക് കൊണ്ടുപോകുവാൻ അന്യമതത്തിൽപ്പെട്ട യുവാക്കൾക്ക് വളരെ രഹസ്യമായിട്ട് അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മറ്റുള്ള വർഗീയ ഫാഷി ശക്തികൾ എന്നറിയുമ്പോ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് അയക്കുന്നത് ഹറാമാവൂലേ? പോക്ക് അയക്കൽ ഹറാമാവൂലേ? ഒരു കുട്ടി എന്തുകൊണ്ട് ഡോക്ടറാക്കിയില്ല എന്നുള്ള ചോദിക്കോ? ഫർണിക്ക് ഫെയിൽ ഏറി വന്ന ഫർണിക്ക് ഫെയിൽ ആവും. ചിന്തിക്കേണ്ട
വിഷയമാണ്. എല്ലാവർക്കും അഭിമാനിക്കാം, ഡോക്ടർ മകളാണ്, അല്ലെങ്കിൽ എന്റെ മകള് ഡോക്ടറാണ്, എഞ്ചിനീയർ, അഭിമാനിക്കാം. പക്ഷെ തലത്തിൽ തന്നെ ഹറാമിന്റെ കൂമ്പാരം കൂടിക്കൊണ്ടിരിക്കാൻ ഞാൻ സുദീർഘമായി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഹയാവും ലജ്ജയും അതുപോലെ നമ്മുടെ സംസ്കാരവും, എന്റെ പ്രിയമുള്ളവർ, ഇന്നേറ്റ് മുടി, ഇത് ഏത് സംസ്കാരമാണ്? ആരുടെ സംസ്കാരമാണ്? വാസ്തവത്തിൽ കല്യാണം കഴിഞ്ഞ് മക്കളുള്ളവർ വരെ ഈ മുടി രൂപത്തിലെടുക്കുന്നത് ഏത് കോലായത്? കുരങ്ങിന് പോലും അതിനേക്കാൾ ഭംഗിയല്ലേ കാണാൻ? കുരങ്ങിന് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ലേ? ഇത് ആരെയാണ് വെല്ലുവിളിക്കുന്നത്? ഈ രൂപത്തിൽ ഇന്നത്തെ ഈ പ്രാവശ്യം റമദാനിൽ എല്ലാ ബാർബാർ ഷാപ്പിലും അവസാനം രാത്രി 10 മണിയായപ്പോൾ പിന്നെ ടോക്കൺ സമ്പ്രദായമാണ്. രാവിലെ 9 മണി വരെ മുടി കളയാൻ വേണ്ടി ടോക്കൺ സമ്പ്രദായം. 1.5 മണിക്കൂറാണത്ര ഈ മുടി രൂപത്തിലാക്കിയെടുക്കാൻ. അതിന് 9 മണി വരെ സമയം വെച്ചിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഗ്യാപ്പ് വെച്ചിട്ട് ടോക്കൺ കൊടുത്തിട്ട് ഈ രൂപത്തിൽ മുടി കളയുന്നെന്ന് പറഞ്ഞാൽ ഇത് ഏത് സംസ്കാരം? ആരുടെ സംസ്കാരം? എവിടുന്ന് വന്ന സംസ്കാരം? ഇതെന്തുകൊണ്ട് നമ്മൾ ഉത്തരവാദപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നില്ല? ഞാൻ മുസ്ലിമാണ്, എന്റെ മകൻ മുസ്ലിമിന്റെ ഫാഷനിൽ വേണം എന്നൊരു മുസ്ലിമായ മനുഷ്യൻ ചിന്തിക്കണ്ടേ? വാസ്തവത്തിൽ ഇത് പഴയ ക്രോപ്പ്, ഹറാം എന്ന് പറഞ്ഞ ക്രോപ്പ്, ആ ക്രോപ്പിലേക്കാണ് ഇന്നേത് തലമുടി വെക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. കമ്മിറ്റിയിൽപ്പെട്ടവരവരെന്നെ, കമ്മിറ്റിയിൽപ്പെട്ട ആളെ മക്കളും അങ്ങനെ തന്നെ. പിന്നെ ആരെയാണ് സംസ്കരിക്കേണ്ടത്? ആരെയാണ് സംസ്കാരമാവേണ്ടത്? കോളേജിൽ പഠിക്കുന്ന, ദർസിൽ പഠിക്കുന്ന കുട്ടികൾ വരെ അങ്ങനെ ആയിപ്പോകുന്നുണ്ടോ എന്ന് പേടിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നിഗൂഢമായി, വളരെ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എങ്കിൽ വെറും ഒരു സ്ഥാപനം ഉണ്ടാക്കിയത് കൊണ്ടോ നമ്മുടെ ഉത്തരവാദിത്വം തീരൂല. വളരെ നമ്മുടെ വീടുകളിൽ വെച്ച് തന്നെ ഹയാവും ലജ്ജയും സംസ്കാരവും മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്താൽ മാത്രമേ ഈ സമൂഹം രക്ഷപ്പെടുകയുള്ളൂ എന്ന് മാത്രം എന്റെ അഭിപ്രായം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മറ്റേ സ്ഥലത്ത് എനിക്ക് നിർബന്ധമായിട്ട് പോകാനുള്ളതുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ഇടയിൽ പോകും. ദുആയിലൊക്കെ പങ്ക് എന്നെ കൂടി കൂട്ടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതിനുവേണ്ടി സഹായിച്ചവർ, ഇതിനുവേണ്ടി ഒത്താശകൾ നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തീർത്തു തന്ന് റാഹത്തിലും സന്തോഷത്തിലും അല്ലാഹു തആല ആക്കി തീർക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഷ്ടപ്പെടുന്ന ഇസ്ലാമിക മൂല്യങ്ങൾ തിരിച്ചുപിടിക്കുവാനും മക്കളെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുവാനും നാം തയ്യാറാവുക. അതിനായി നമ്മുടെ ശരീഅത്ത് കോളേജ് ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം നമ്മെ ഉപദേശിച്ച് വേദിയുടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ബഹുവന്യരായ അസയ്യദ് സൈനുൽ ആബിദീൻ തങ്ങളവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം അടുത്തതായി പർലർക്ക മുഹീദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉദ്ഘാടനം കുറിക്കപ്പെടുന്ന ഷംസുൽ ഉലമ മെമ്മോറിയൽ വുമൻസ് ശരീഅത്ത് കോളേജിനെ സമുദായത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് വൈജ്ഞാനിക കൈരളിയുടെ ആധ്യാത്മിക കേന്ദ്രം പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ അമരക്കാരൻ അസയ്യിദ് ഷമീർ അലി ശിഹാബ് തങ്ങൾ വേദിയെ അഭിസംബോധനം ചെയ്യുന്നു. തങ്ങളവകളെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ ബഅസ ഫീനാ റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ഏറ്റവും ബഹുമാനം നിറഞ്ഞ അഭിവന്ദരായ എന്റെ ഉസ്താദ് ശൈഖുന ഖാസിം മുസ്ലിയാർ, മറ്റു ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരുമിച്ച് കൂടൽ മഹാനായ ശൈഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് മഹാനവരോടുകൂടെ നമ്മെ ബന്ധപ്പെട്ട ആളുകളെയും എല്ലാവരും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനവരുടെ പേരിൽ ഇവിടെ ഒരു വനിത സ്ത്രീകൾക്ക് പഠിക്കാനുള്ള ഒരു ശരീഅത്ത് കോളേജ് സമർപ്പിച്ചു കഴിഞ്ഞു. അല്ലാഹു അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്തി തരുമാറാവട്ടെ. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. 1-2 വാക്കുകൾ, ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞ് നിർത്താം. മന്ദിരായ ഷൈഖുന ഉസ്താദ് ഇന്നലെ രാത്രി അവിടുന്ന് പോകുന്നതാണ്. ഞാൻ വളരെ പ്രയാസപ്പെട്ട ദൂരം വന്ന് ഇവിടെ ക്ഷണിച്ചിരിക്കുന്ന മഹാനവരുടെ മുന്നിൽ ദീർഘമായി സംസാരിക്കുന്ന അദബ് കേടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സദസ്സിന്റെ തബറുക്കിന്റെ ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കും. വിജ്ഞാനം, വൈജ്ഞാനിക ശാലകൾക്ക് ഒരു വിജ്ഞാന സ്ഥാപനത്തിന് ഇവിടെ അൽഹംദുലില്ലാഹ് നമ്മൾ തുറന്നു. ഇൽമ് അത്യാവശ്യമാണ്.
ഏത് നിലക്കുള്ള ഇൽമാണ്, ഓരോ വിഷയത്തെക്കുറിച്ചുള്ള അറിവും ഓരോരുത്തർക്ക് അത്യാവശ്യം. ശരിയാത്ത് അള്ളാഹുവിന്റെ മതം ദീനുൽ ഇസ്ലാം, അതിന്റെ പ്രബോധന പ്രചരണത്തിന് വേണ്ടി അള്ളാഹു 1.25 ലക്ഷം പ്രവാചകന്മാരെ നിയോഗിച്ചു. എല്ലാവരും പ്രബോധനം ചെയ്തത് അങ്ങനെ അവസാനം ഈ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നിയോഗിച്ചു. ഈ ശരീഅത്ത് പൂർണ്ണമായി ഇനി ഇതിൽ ഒന്ന് കടത്തി കൂട്ടുവാനോ ഇതിൽ വെട്ടിച്ചുരുക്കുവാനോ പാടില്ല. ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ കാലഘട്ടത്തിൽ തന്നെ ദീൻ നമ്മുടെ ഈ ഇന്ത്യയിൽ, കേരളം അടുത്ത പ്രദേശത്തേക്ക് വന്നു. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചകർ പഠിപ്പിച്ച ഒരൊറ്റ ഹദീസ് ആണ്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം കോളേജുകളും മദ്രസകളും ഒക്കെ തുടങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഒരു സ്ഥലത്ത് നിന്ന് ദീൻ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ അപരിചിതനായ ഒരു വ്യക്തി അങ്ങോട്ട് കടന്നു വന്നു. സ്വഹാബത്ത് പറയുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും അദ്ദേഹത്തെ അറിയില്ല എന്ന് മാത്രമല്ല, യാത്രയുടെ ഒരു അടയാളവും അദ്ദേഹത്തിന് കാണുന്നും ഇല്ല. ആ കാലഘട്ടത്തിൽ അറേബ്യൻ മണലാരണത്തിൽ ഒട്ടകപ്പുറത്തോ കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ സഞ്ചരിക്കുമ്പോൾ ഷർട്ടുകളിൽ പൊടി പടലങ്ങളും യാത്രയുടെ അടയാളങ്ങളും കാണും. എന്നാൽ യാത്രയുടെ ഒരു അടയാളവും കാണുന്നുമില്ല. സമീപ സ്ഥലത്തുള്ള ആളാണെങ്കിൽ പ്രബോധന പ്രചരണ കച്ചവടാശാർത്ഥമൊക്കെ സ്വഹാബത്ത് പോകുമ്പോൾ ഒരാൾക്കെങ്കിലും പരിചയം ഉണ്ടാകും, ഒരാൾക്കും പരിചയം ഇല്ല. വന്ന വ്യക്തിയാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 തുടയോട് ഇദ്ദേഹത്തിന് 2 മുട്ടുംകാലുകൾ ചേർത്തിരുന്നു. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു. അത്ര ചേർന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആരും ഈ ചേർന്ന് ഇരിക്കാറില്ല. തഅദ്ദുബൻ മഅഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോടുള്ള അദബ് കാരണം അത്ര ചേർന്ന് സ്വഹാബത്ത് ആരും ഇരിക്കാറില്ല. വന്ന വ്യക്തി ചോദിച്ചു, പ്രവാചകരെ, ഈമാൻ എന്താണ്, ഇസ്ലാം എന്താണ്, ഖിയാമത്ത് നാൾ എന്താണ്, ഇഹ്സാൻ എന്നാൽ എന്താണ്? എല്ലാവർക്കും അറിയുന്ന ഹദീസ്. വന്ന വ്യക്തി പറഞ്ഞു, സ്വദഖത യാ റസൂലുള്ളാഹ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. സ്വഹാബത്തിന്റെ അത്ഭുതം വർദ്ധിച്ചു. കാരണം ചോദിച്ച വ്യക്തി തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് നേരത്തെ അദ്ദേഹത്തിന് വിവരമുള്ളതുപോലെ. പിന്നെ ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു. 5 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മറുപടി സ്വദഖത യാ റസൂലുള്ളാഹ്. ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിച്ചാലും ചോദിക്കപ്പെട്ട ആൾ മുതൽ സമമാണ്. ഇഹ്സാനെ കുറിച്ച് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആഗതനെ കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചു. പ്രത്യുത്തരം ഉമർ റളിയല്ലാഹു അൻഹു നൽകി, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവും റസൂലിനും അറിയാം. അല്ലാഹുവും റസൂലിനും അറിയാം ആ വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതുകൊണ്ടാണ് ആർക്കും പരിചയമില്ലാത്തതും യാത്രയുടെ അടയാളങ്ങൾ കാണാത്തതും. മനുഷ്യവേഷത്തിൽ വന്നു എന്തിനു വേണ്ടി? ഈ സ്ഥാപനം തുറന്നു അതിന്റെ അടിവരയാക്കി ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യരൂപത്തിൽ വന്നതാണ്. തലേ ദിവസം ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുന്നു കുട്ടികൾക്കെല്ലാവർക്കും. പിറ്റേന്ന് കുട്ടികളെല്ലാവരുടെ കൂട്ടത്തിൽ നിന്ന് ഉസ്താദ് ഒരാളോട് ചോദിക്കുന്നു, ഉത്തരം പറയുന്ന മറ്റുള്ളവരത് കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഹി നേരത്തെ നൽകി. ഇസ്ലാം എന്നാൽ എന്ത്, ഈമാൻ എന്നാൽ എന്ത്, ഇഹ്സാൻ എന്നാൽ എന്ത് എല്ലാം അറിയിച്ചു കൊടുത്തു. പിന്നീട് സ്വഹാബത്തിന് മുന്നിൽ വിളിച്ച് ചോദിക്കുന്നു, മറുപടി പറയുന്നു. ചോദ്യോത്തര വേളയിൽ ദീൻ പഠിപ്പിക്കാനുള്ള ഒരു മാർഗം അതാണെന്ന് സർവ്വ വൈജ്ഞാനിക ശാലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം ഉദ്ഘാടനം ചെയ്ത ആ ഹദീസ് ഇന്ന് ലോകത്തുള്ള സർവ്വ വൈജ്ഞാനിക ശാലകളിലും ആ മാർഗമാണ് സ്വീകരിക്കുന്നത്. ചോദ്യോത്തര വേളയിൽ ഉത്തരം നൽകും. നമ്മൾ ആദ്യമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതും ആത്മീയമായ ജ്ഞാനമാണ്. അബ്ദുൽ വാജിബ് അലൽ ആബായി ثم على الولي تعليم المميز أن نبينا محمد صلى الله عليه وسلم بعث بمكة وولد بها ودفن بالمدينة ومات بها. ഓരോ കുട്ടികളെയും ആദ്യമായിട്ട് ജ്ഞാനത്തിന്റെ തുടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വെച്ച് ജനിച്ചു, അവിടെ വെച്ച് നുബുവത്ത് ലഭിച്ചുവെന്നും മദീനയിലേക്ക് ഹിജ്റ പോയി അവിടെ വെച്ച് വഫാത്തായി എന്നും ചരിത്രം ഈ രക്ഷിതാവ് ആ കുട്ടിയുടെ രക്ഷാകർത്തൃത്വം ഏറ്റെടുത്തവർ വാപ്പമാരാവട്ടെ വല്യപ്പമാരാവട്ടെ ആരാണെങ്കിലും ആദ്യമായിട്ട് ആ കുട്ടിയെ പഠിപ്പിക്കൽ നിർബന്ധമാവുന്ന സംഗതി ഇതാണ്. അന്ന് പ്രവാചകർ പഠിപ്പിച്ചു, ഇഹ്സാൻ എന്നാൽ അത് സ്വന്തം ഒന്നല്ല, ചേർന്ന് വരുന്നതാണ് ഗുണനിലവാരം. നമുക്ക് ഈമാനുണ്ട്, ഇസ്ലാമുണ്ട്. അതിൽ നിന്നും അല്പം വ്യത്യസ്തമായി നമുക്ക് പോകുന്നത് ഇഹ്സാനാണ്. ഇസ്ലാമിനും ഈമാനിനും ഗുണമേന്മയും ഗുണനിലവാരവും ഉണ്ടാവണം. അൻ തഅബുദ റബ്ബക കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ നിന്റെ റബ്ബിനോട് ഇബാദത്ത് ചെയ്യണം. കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നുണ്ടതുപോലെ. നമ്മുടെ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് സർവാദി അമലുകളും കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നുണ്ടതുപോലെയാവണം.
ഫഇല്ലം തകുൻ തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നവനായിട്ടില്ലെങ്കിലും ഫഇന്നഹു യറാക, അല്ലാഹുവിനെ കാണുന്നു. അതുപോലെയാണ് നമ്മുടെ ഈമാനും ഇസ്ലാമിനും ഗുണമേന്മ ഇഹ്സാനും ഉണ്ടാവണം എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ആത്മീയമായ ഇവിടെ ഈ സ്ഥാപനം തുറന്നിരിക്കുന്നത്. ഇത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് മഹാനുടെ ഹഖ് ബർക്കത്ത് ജാഹ് കൊണ്ട് ഇതിൽ നിന്ന് ഇതിന്റെ ഫലം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാഹു ആ മഖ്ദൂമിയങ്ങൾ കൊണ്ടുവന്ന റളിയല്ലാഹു കൊണ്ടുവന്ന ആ സിലബസ് അനുസരിച്ചുകൊണ്ട് ആ ശരീഅത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹുവിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി സഹായിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹുവിടെ നമ്മെ ബന്ധപ്പെട്ട ആളുകളും എല്ലാവരും കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ ഖുർആൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.